ആ നിരഞ്ജൻ, എവിടെയായിരുന്നു ഇത്ര നേരം? കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഈയിടെയായിട്ട് നിരഞ്ജന് തിരക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഞാനൊരു ഡോക്ടറാണ്. ഞാനൊരു ഡോക്ടറാണ് നിരഞ്ജൻ. ഒരു ഡോക്ടർ എത്ര മണിവരെ ജോലി ചെയ്യണമെന്നൊക്കെ എനിക്കും അറിയാം. സാറിനിപ്പോൾ എന്താ വേണ്ടത്? എനിക്കെന്താ വേണ്ടതെന്ന് നിരഞ്ജൻ അറിഞ്ഞുകൂടെ? എന്താ ഞാനൊരു മണ്ടനാണെന്ന് വിചാരിച്ചു? എനിക്കെല്ലാം മനസ്സിലാവും. എന്തു മനസ്സിലായെന്നാ? സാറിനൊന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായെങ്കിൽ സാർ എന്നോടിങ്ങനെ സംസാരിക്കില്ല. ഞാനല്ലല്ലോ കള്ളത്തരം ചെയ്തത്. പിന്നെ ആരാ സർ? ഞാനാണോ? ഞാൻ ഒരു കള്ളത്തരവും ചെയ്യുന്നില്ല. അപ്പോൾ നിരഞ്ജൻ ഒന്നും ചെയ്തില്ല, ഇതൊക്കെ ഞങ്ങളുടെ തോന്നലാണെന്നാണോ പറയുന്നത്? അതെന്റെ തെറ്റല്ല. സംശയം ഒരു രോഗമാണെന്ന് ഞാൻ പറയാതെ തന്നെ ഡോക്ടറായ സാറിനറിയാലോ. വല്ലപ്പോഴുമെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഒന്ന് ചിന്തിച്ച് നോക്കണം. അപ്പം മനസ്സിലാവും നിങ്ങൾ കരുതിയതിലൊന്നും ഒരടിസ്ഥാനവും ഇല്ലെന്ന്. ഒരാളെ എത്ര കാലം പറ്റിക്കാൻ പറ്റും നിരഞ്ജൻ? ഞാൻ ആരെയും പറ്റിക്കുന്നില്ല. പറ്റിക്കേണ്ട ആവശ്യം എനിക്കില്ല. മതി, അക്ഷരം മുകളിലുണ്ട്, അവള് കേക്കും. ഞാനാണോ അപ്പച്ചി പ്രശ്നം ഉണ്ടാക്കിയത്? നിരഞ്ജൻ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പണ്ടൊന്നും നിരഞ്ജനോട് ഞാനിങ്ങനെ പെരുമാറിയിട്ടില്ലല്ലോ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിരഞ്ജൻ വല്ലപ്പോഴുമെങ്കിലും? എനിക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പണ്ടത്തെ പോലെ തന്നെ ഞാനിപ്പോഴും. എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പിന്നെ ആർക്കാ മാറ്റം സംഭവിച്ചത്? ഞങ്ങൾക്കാണോ? ദേ, കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. ഒരു വഴക്കുണ്ടാക്കാൻ എനിക്ക് താല്പര്യവുമില്ല. എനിക്ക് അത്രയും പോലും താല്പര്യമില്ല. പണിയെടുത്ത് ക്ഷീണിച്ചിട്ടാണ് ഞാൻ വരുന്നത്. കുറച്ച് മനസ്സമാധാനം വേണം എനിക്ക്. അത് തരുന്നതിന് പകരം ഇങ്ങനെ ഇട്ട് ശിക്ഷിക്കരുത്. വെറുതെ വഴക്കിടണ്ടായിരുന്നു. നീ പോടിയപ്പുറത്ത്. അവളോട് ചോദിക്കാൻ വന്നി ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട്. ആഹാരം എടുത്ത് വെക്കട്ടെ? എനിക്ക് വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. പുറത്തുനിന്നോ? അതെ. എന്താ, പുറത്തുനിന്ന് കഴിച്ചൂടെ? അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾ. ഇപ്പൊ തുടങ്ങി ഈ പുതിയ ശീലം. നിന്റെ ഡാഡിയുടെ വക അവിടെ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി മകളുടെ വകയാകാം. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഞാൻ ആരുടെ അടിമയൊന്നുമല്ല. അതെപ്പോഴെപ്പോഴും പറയണമെന്നില്ല. ആരും ആരുടെ അടിമയല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഭാര്യമാര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാതെ പോകുന്ന ഭർത്താക്കന്മാര് ഒരു സത്യം മനസ്സിലാക്കണം. അതുണ്ടാക്കാൻ ഒരുപാട് സ്നേഹവും കഷ്ടപ്പാടുമാണ്. ഞാൻ പുറത്തുനിന്ന് കഴിക്കാൻ പാടില്ലെന്നാണോ നീ പറയുന്നത്? ഇന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, കഴിച്ചോളൂ. കഴിക്കുമ്പോ ആ വിവരം വീട്ടിൽ അറിയിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. എങ്കിൽ എന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നു. ഓ, അങ്ങനെ. അത് ഞാൻ അടുത്ത തവണ തൊട്ട് ശ്രദ്ധിച്ചോളാം. ആരായിരുന്നു കമ്പനിക്ക്? ആര്? അല്ല, തനിച്ചെന്തായാലും ഹോട്ടലിൽ കയറി നിങ്ങൾ ഭക്ഷണം കഴിക്കില്ല. എന്താ, ഞാൻ കയറി അവിടെ തരില്ലേ? ഈ തർക്കുത്തരം തന്നെയാ കള്ളത്തരത്തിന്റെ പ്രധാന ലക്ഷണം. പറയാൻ മടിയുണ്ടെങ്കിൽ പറയണ്ട. അതാരായിരിക്കുമെന്ന് ഊഹിക്കാനുള്ള സാമാന്യ ബോധമൊക്കെ എനിക്കുണ്ട്. നീ എന്ത് വേണമെങ്കിലും ഊഹിച്ചോ. അതൊന്നും ശരിയാവണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പണ്ടൊക്കെ നിനക്കത് മനസ്സിലാവുമായിരുന്നു. ഇപ്പം ആവുന്നില്ല. അതിന് കാരണം ഞാനല്ല, നിങ്ങളൊക്കെ തന്നെയാ. മാറിയത് ഞാനല്ല, നിങ്ങളൊക്കെ തന്നെയാ. എന്റെ നേർക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഒരു വിരലേ എന്റെ നേർക്കുള്ളൂ. ബാക്കി മൂന്നും സ്വന്തം നെഞ്ചിലേക്കാ തിരിഞ്ഞിരിക്കുന്നത്. അത് മറക്കണ്ട. നീയും നിന്റെ ഡാഡിയും.
ആ താടി ഒന്ന് വടിച്ചിരുന്നെങ്കിലേ വൃത്തിയേടങ്ങ് മാറിക്കിട്ടേനെ. പിന്നെ എന്തൊക്കെ ചെയ്യണം? ആ മുടിയൊന്ന് വെട്ടണം. ആ പിന്നെ ഒരു ബാൻഡ് കെട്ടിയിട്ടേ മൂക്കില് 2 പഞ്ഞി കഷ്ണം കൂടി വെക്കണം. ഓ ആഹാ. ഓ ഓ. ഞാൻ ചാവണം അല്ലേ? ആ അതെ. ഹേ, ആ പൂതി നടക്കാനേ പോകുന്നില്ല. ആ പൂതി നടക്കില്ലായിരിക്കും, പക്ഷെ നീ നടക്കും. പുതിയ വീടും അന്വേഷിച്ചോണ്ട്. പുതിയ വീടോ? അപ്പൊ ഇതോ? ഇവിടുന്ന് ഞാൻ ഇറക്കി വിടാൻ പോവല്ലേ. വാടക എന്നിട്ട് എത്ര മാസമായിന്നറിയോ? 2 മാസമായി. ഇനി ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് കുടിശ്ശിക കംപ്ലീറ്റ് തീർത്തിരിക്കണം. ആ ഡേറ്റ് ഒന്ന് ഭേദഗതി ചെയ്തുകൂടെ? പറ്റില്ല. നിന്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. എവിടുന്നോ നിനക്ക് കുറെ കാശ് കിട്ടിയിട്ടുണ്ടല്ലോ. ആര് പറഞ്ഞോണ? അതാരെങ്കിലും ആയിക്കോട്ടെ, ശരിയാണോ? അല്ല, അമ്മയുടെ ഹോസ്പിറ്റൽ ബിൽ അടയ്ക്കാൻ ഞാൻ പെടുന്ന പടം എനിക്ക് മാത്രമേ അറിയൂ. അത് കളഞ്ഞി. അമ്മയുടെ ബില്ല് അടയ്ക്കുന്നില്ലെങ്കിൽ അതിന് വേറെ കാരണം എന്തേലും കാണും. അല്ലെങ്കിലും ആ അമ്മ ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹം ഈ മകന് പണ്ടേ ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം അമ്മ കൊല്ലാൻ നോക്കില്ലായിരുന്നല്ലോ. കൂടുതൽ തുള്ളണ്ട. എല്ലാം എനിക്കറിയാം. പ്രേമേച്ചെ ഒളിപ്പിക്കാൻ ചന്ദ്രയെ സഹായിച്ചത് നീയല്ലേടാ. പ്രേമേച്ചയുടെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയത് നീയും ചന്ദ്രയും കൂടിയല്ലേ. വെറുതെ അനാവശ്യം പറയുന്നു. എനിക്ക് അതിനെ മര്യാദയ്ക്ക് വാടക കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ വേറൊരു സ്ത്രീയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നു. അതിനിടയിൽ സ്വർണം. ഒന്നല്ല, 2 സ്ത്രീകളുണ്ട്.